ആറാമതായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ആറാമത്തെ ഹെഡിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു രൂപരേഖയാണ്, ഒരു ഔട്ട്ലൈൻ. ഈ ഔട്ട്ലൈനെ നമുക്ക് ഒരു പാഠപുസ്തകം മുഴുവനായി പഠിക്കുമ്പോൾ രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്ക് ഇതിനെ തിരിക്കാം. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായം വരെയാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് 4 മുതൽ അവസാന അധ്യായങ്ങൾ വരെയുള്ള ഭാഗം. ഇങ്ങനെ രണ്ട് ഭാഗമായിട്ടാണ് ഇതിനെ നമുക്ക് തിരിക്കുവാനായിട്ട് കഴിയുന്നത്. ഒന്നാമത്തെ ഭാഗമായിരിക്കുന്ന 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായം വരെയുള്ള ഭാഗം, അതിന് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നൊരു ആമുഖം എന്ന നിലയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഇതിന്റെ ഒരു ആമുഖവാക്യമായിട്ട് നമുക്ക് കാണാൻ കഴിയാം, ഈ പുസ്തകത്തിന്റെ ഒരു ആമുഖം എന്ന നിലയിൽ. രണ്ടാമതായിട്ട് ആശംസകൾ എന്ന നിലയിൽ നമുക്ക് അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 4 മുതൽ 6 വരെ 4, 5, 6 വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ ഭാഗം ആമുഖം എന്ന നിലയിൽ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങളാണ് എങ്കിൽ, തുടർന്ന് ആശംസകൾ എന്ന നിലയിൽ നമ്മൾ അതിന് വേർതിരിക്കുമ്പോൾ 1-ാം അധ്യായത്തിന്റെ തന്നെ 4, 5, 6 വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇനി പ്രവചനവും അതിന്റെ ഒരു പ്രഖ്യാപനം എന്ന നിലയിൽ 1-ാം അധ്യായത്തിന്റെ 7, 8 വചനങ്ങളെ നമുക്ക് പഠിക്കാൻ കഴിയും. അവസാനമായിട്ട് നിലവിളികളുടെ നടുവിൽ നിൽക്കുന്ന ദൈവകുഞ്ഞാടിനെ കാണിച്ചുകൊണ്ടുള്ള ഭാഗമാണ് 1-ാം അധ്യായത്തിന്റെ 9 മുതൽ 20 വരെയുള്ള ഭാഗങ്ങൾ. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിന്റെ ഒരു രൂപരേഖ എന്ന് പറയുമ്പോൾ രണ്ട് ഭാഗമാണ്. ഒന്നാമത്തെ ഭാഗം 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായം വരെയും, രണ്ടാമത്തെ ഭാഗം 4-ാം അധ്യായം മുതൽ അവസാനത്തെ അധ്യായം വരെയും. ഇത് മൊത്തത്തിലുള്ളതായ രൂപരേഖ. ഇനി 1-ാം ഭാഗത്തെ നമ്മൾ വേർതിരിക്കുമ്പോൾ, അതായത് 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളെ നമുക്ക് രണ്ടായിട്ട് വേർതിരിക്കാം. അതിന്റെ ഒന്നാമത്തെ ഭാഗമാണ് ഞാൻ പറഞ്ഞത് ആമുഖം, ആശംസ, പ്രവചനം, നിലവിളികളുടെ നടുവിൽ നിൽക്കുന്ന കുഞ്ഞാട്. അത്രയും 1-ാം ഭാഗത്തിന്റെ ഒരു ഭാഗമാണ്. ഇനി 1-ാം ഭാഗത്തിന്റെ, അതായത് 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളുടെ 2-ാം ഭാഗം എന്ന് പറയുന്നത് ഏഷ്യയിലെ 7 സഭകൾക്കുള്ള എഴുത്തുകളാണ് കാണുന്നത്. ഏഷ്യയിലെ 7 സഭകൾക്കുള്ള എഴുത്തുകൾ. 7 സഭകൾ ഏതാണെന്ന് 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 3-ാം അധ്യായത്തിന്റെ 22 വരെയുള്ളതായിരിക്കുന്ന വചനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇത് 2-ാം ഭാഗമാണ്. 1-ാം ഭാഗത്തിന്റെ 2 ഭാഗമായി തിരിക്കുമ്പോൾ അതിലെ 2-ാം ഭാഗമാണ് ഞാൻ ഈ പറയുന്നത് ഏഷ്യയിലെ 7 സഭകൾക്കുള്ള എഴുത്തുകൾ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 3-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം വരെ. ഏതൊക്കെയാണ് 7 സഭകൾ എന്ന് നമുക്കറിയാമെങ്കിലും ഒന്ന് പറഞ്ഞു വിടുന്നു. ഒന്ന്, എഫെസോസിലെ സഭയ്ക്ക്. എഫെസോസിലെ സഭയ്ക്കുള്ള എഴുത്തുകൾ 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ളതായിരിക്കുന്ന വേദഭാഗം. എഫെസോസ് സഭയ്ക്കുള്ളതായ എഴുത്തുകൾ എന്ന് പറയുന്നത് 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ളതായ വാക്യങ്ങളിൽ കാണുന്നു. രണ്ടാമത്തെ സഭയാണ് സ്മുർണ സഭ. സ്മുർണ സഭയ്ക്കുള്ളതായ എഴുത്തുകൾ 2-ാം അധ്യായം 8-ാം വാക്യം മുതൽ 11-ാമത്തെ വചനം വരെ കാണുന്നു. മൂന്നാമത്തെ സഭയാണ് പെർഗമോസ്. 2-ാം അധ്യായത്തിന്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പെർഗമോസ് സഭയ്ക്കുള്ള എഴുത്തുകൾ കാണുന്നു. നാലാമത്തേതാണ് തുയഥൈരെ. 2-ാം അധ്യായം 18 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ തുയഥൈരെ സഭയ്ക്കുള്ളതായ എഴുത്തുകളാണ്. അഞ്ചാമത് സർദീസിലെ സഭയാണ്. 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെ സർദീസിലെ സഭയ്ക്കുള്ള എഴുത്തുകൾ. ആറാമത്തത് ഫിലദൽഫിയ സഭയാണ്. 3-ാം അധ്യായത്തിന്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഫിലദൽഫിയ സഭയ്ക്ക് എഴുത്ത്. ലവോദിക്യ സഭയാണ് 7-ാമത്തെ സഭ. 3-ാം അധ്യായത്തിന്റെ 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ലവോദിക്യ സഭയ്ക്കുള്ള എഴുത്തുകളായിട്ട് കാണും.